GST ദിനത്തോടനുബന്ധിച്ച് GST പക്ഷാചരണം നമ്മൾ ആചരിക്കുകയാണ്. ഈ ജൂൺ മാസം 16 തുടങ്ങി ജൂലൈ 1 തീരത്തക്ക നിലയിൽ GSTയെ പറ്റിയുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി സെൻട്രൽ GSTയിലെ സ്റ്റാഫ് അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തെരുവ് നാടകം. ഈ തെരുവ് നാടകം GSTയെ പറ്റി സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള തെറ്റായ ധാരണകൾ മാറ്റുന്നതിനും GST എന്നാൽ നികുതി മാത്രമല്ല, നാടിൻ്റെ വികസനമാണ്. ഗുണങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നുണ്ട്, രാജ്യത്തിനുണ്ടാകുന്നുണ്ട് എന്ന സന്ദേശം എല്ലാവരിലും എത്തിക്കുക എന്നതാണ് ഈ തെരുവ് നാടകത്തിൻ്റെ ഉദ്ദേശം. തെരുവ് നാടകം നല്ല ഒരു മീഡിയമാണ്. പച്ചയായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ഈ മാധ്യമം തിരഞ്ഞെടുത്തിരിക്കുന്നു. നികുതി എല്ലാവർക്കും എല്ലാ കാലത്തും ഭയത്തെ ഉണ്ടാക്കുന്ന സംഗതിയാണ്. നികുതി എന്നാൽ ഭയപ്പെടേണ്ടതല്ല, നികുതി എന്നാൽ സ്വയം അറിഞ്ഞ് നൽകേണ്ടതാണ് എന്നതാണ് GST ദിനത്തിൻ്റെ സന്ദേശം. 8ാം വർഷത്തിലേക്ക് കടക്കുന്ന GST കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമ്മൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് ഈ നാടകം വീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ആവശ്യപ്പെടുകയാണ്. ഇവരൊക്കെ നമ്മുടെ തന്നെ സ്റ്റാഫാണ്. പുറത്തു നിന്നുള്ള കുറച്ച് കലാകാരന്മാർ പങ്കെടുക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ കലാകാരന്മാർ അവർ അവതരിപ്പിക്കുന്ന GST പക്ഷാചരണത്തിനോട് അനുബന്ധിച്ച് അവർ അവതരിപ്പിക്കുന്ന ഡ്രാമ ലുക്ക് അറ്റ് ബിഗിൻ. വഞ്ചുവും രാജാതിരാജൻ പ്രജാവത്സലൻ ആദിമാർത്താണ്ഡ തിരുമനസ് പ്രജകളെ തെരിയപ്പെടുത്തുവാൻ വിളംബരപ്പെടുത്തുന്നതെന്നാൽ ഇന്നേക്ക് 4ാം നാൾ മുതൽ രാജ്യത്തിലേക്ക് കൃഷിവൃത്തി ചെയ്യുന്നവരും കച്ചവടം ചെയ്ത് നിത്യവൃത്തി കഴിക്കുന്നവരും ചേർത്ത് സകലമാന വഞ്ചുവം വാസികളും കരം നടത്തിപ്പുകാർ ബോധ്യപ്പെടുത്തുന്ന തീരുവപ്പണം കുതിരപ്പടയാളികൾക്കൊപ്പമെത്തുന്നവരെ ഏൽപ്പിച്ചു നൽകേണ്ടതാണ്. കണക്കപ്പെടുത്തിയ പണം വസൂലാക്കുന്നതിൽ നിന്ന് കരം വിചാരിപ്പുകാർക്ക് ഇതിനാൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ലാത്തതുമാകുന്നു. നമ്മുടെ കൽപ്പനയ്ക്ക് വിഘാതമുണ്ടാക്കുന്ന പക്ഷം മുക്കാലിയിൽ കെട്ടി 40 അടി ശിക്ഷാവിധിയും ഇതിനാൽ സർവരെയും അറിയിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഈ നാട്ടിൽ കരം പിരിച്ചാൽ നമുക്കെങ്ങനെ ജീവിക്കാനാകും? അത് ശരിയാ. കാൽപ്പണത്തിന്റെ വരുമാനമില്ലാത്തവർ അരപ്പണത്തിന്റെ കരം കൊടുക്കുക. ഒന്ന് പതുക്കെ പറയെന്റെ ചങ്ങാതി. വിളംബരക്കാർ പോയെങ്കിലും വേഷം മാറിയ ഭടന്മാരുണ്ടാകും. വഞ്ചുവം ഭൂവതി രാജാതിരാജൻ പ്രജാവത്സലൻ ആദിമാർത്താണ്ഡ തിരുമനസിന്റെ വിളംബരത്തെ ലംഘിച്ച് കരമൊടുക്കാതിരിക്കാൻ ആളെ കൂട്ടിയതിന് പുതുക്കിയ കരവും പിഴയും ഒന്നായി കൊടുക്കേണ്ടതാകുന്നു.
ഭൂമിയിൽ നമ്മൾ സ്ഥിരവാസസ്ഥാനം ഉറപ്പിച്ചത് മുതൽ കരം ഉൽപ്പന്നങ്ങളായും പിന്നെ പണമായും കൊടുത്തു പോന്നു. മലയപ്പൂലയനമാടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടു. മനതാരിലാശകൾ പോലതിലോരോരോ മരതകക്കുമ്പു പൊടിച്ചു വന്നു. ജന്മി കുടിയാൻ വ്യവസ്ഥയിലും പ്രയത്നം കീഴാളന്മാർക്കും ഫലം മേലാളന്മാർക്കും വിധിക്കപ്പെട്ടു പോന്നു. വലിയ പ്രയത്നത്തിന്റെ സിംഹഭാഗവും നികുതി അല്ലെങ്കിൽ ആ കാലത്ത് കപ്പമായി ഈടാക്കപ്പെട്ടു. പ്രാചീന കാലം മുതലേ മനുഷ്യൻ കരം കൊടുത്തു തന്നെയാണ് ജീവിച്ചിരുന്നത്. പണമുണ്ടാകുന്നതിന് മുമ്പ് കൃഷി ഉൽപ്പന്നങ്ങൾ, പിന്നെ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ നമ്മുടെ രാജ്യത്തിലേക്ക് വിദേശീയരുടെ വരവായി. കരമാർഗമെത്തിയവർ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഭാരതത്തെ വ്യക്തമായി മനസ്സിലാക്കി. പിന്നെ അല്ല, എനിക്കൊരു സംശയം. എന്തോന്നു? അണാ, ഞാൻ തനി നാട്ടും പുറത്തുകാരനാണ് ചോദിക്കാണ്. അല്ല, എന്തിനാണ് ഉദ്ദേശം? ഏത്? അല്ല, ഇത് തന്നെ അളിയൻ ഉദ്ദേശിച്ചത് കരം പിരിവ്, അതായത് നികുതി പിരിവ്. അതിനെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ചരിത്രം പറഞ്ഞ അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിയോ എന്നല്ലേ? ഇല്ലേ? അതല്ലേ? അതല്ല നമ്മൾ പറഞ്ഞു വന്നത്. പ്രാചീന കാലം മുതലേ നാം ഭരിക്കപ്പെട്ടിരുന്നു, നികുതിയും കൊടുത്തിരുന്നു. വിചിത്രമായ നികുതികൾ ചരിത്രത്തിലുണ്ട്. ക്രിസ്തുവിന് മുമ്പും അതിനുശേഷവും നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന വിദേശിയർ, കരമാർഗം കച്ചവടത്തിനായി എത്തിയ അറബികൾ, അഫ്ഗാൻകാർ, പിന്നെ യൂറോപ്യൻസ് കടൽ വഴി സഞ്ചരിച്ചത്. ഇവിടെയുള്ളവരായാലും വന്നെത്തിയ വിദേശികളായാലും ഭരിച്ചവർ നികുതി ചുമത്തുക തന്നെ ചെയ്തു. അല്ല, പണ്ടായാലും ഇപ്പോഴായാലും പണം വേണമല്ലോ രാജ്യകാര്യങ്ങൾക്ക്. സാർ, ഇപ്പോൾ തന്നെ നാട്ടുകാർ മുറുമുറുപ്പിലാണ്. ബ്രിട്ടനിൽ നിന്ന് ഗുണമില്ലാത്ത പണ്ടങ്ങളൊക്കെ ഇവിടെ കൊണ്ടിറക്കി അടിച്ചേൽപ്പിക്കുന്നു എന്ന്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്തെത്തുമ്പോൾ അതിനിടയിലാണ് ഇവിടെ ഉപ്പുള്ളപ്പോൾ ആ ഉപ്പിന്റെ നികുതി വീണ്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വർദ്ധിപ്പിച്ചത്. കൂട്ടും, ഇനിയും കൂട്ടും. നമ്മുടെ ഉപ്പിന് ടാക്സ് കുറവല്ലേ? സ്പെഷ്യൽ ടാക്സ് ഓൺ ഇന്ത്യൻ സാൾട്ട്. ഇറ്റ് ഈസ് മൈ ഓർഡർ. ഉപ്പ് നിയമം ലംഘിക്കും എന്ന് സമരക്കാർ പറയുന്നുണ്ട്. നാട്ടുരാജാക്കന്മാരും അവർക്കപ്പം കൊടുത്തിരുന്ന ചക്രവർത്തിമാരും തോന്നും പോലെ നികുതി വസൂലാക്കി ഖജനാവ് നിറച്ചപ്പോൾ വിദേശത്ത് നിന്ന് വന്ന് തന്ത്രപൂർവ്വം അധികാരം പിടിച്ചെടുത്തവർക്കും ടാക്സ് ഏറെ പ്രിയപ്പെട്ട വരുമാന മാർഗമായി തീർന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു. നാട്ടുരാജ്യങ്ങളും പ്രവിശ്യകളുമായി സ്വതന്ത്ര ഭാരതം രൂപം കൊണ്ടു. പിന്നീട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി. കാലത്തിന്റെ സഞ്ചാരത്തിനിടയിൽ സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടു, പ്രവിശ്യകളും. ഇപ്പോൾ 25 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോഴും ഒരു രാജ്യത്ത് പലതരം നികുതികൾ, ഒരു ഉൽപ്പന്നത്തിന് വ്യത്യസ്തമായ നികുതി. പത്രം വായിക്കാത്തതും TV കാണാത്തതും നിന്റെ ഭാഗ്യം. എന്നാലേ ഈ നാട്ടിൽ നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും എന്റെ ഈ അളിയനും അറിഞ്ഞിട്ടില്ല. അതിന് നിനക്കറിയാമോ? എനിക്കറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ അറിയില്ലേ എന്ന് ചോദിച്ചാൽ എനിക്കറിയാം. എന്താ അറിയാവുന്നത്? GST. അതായത് GST എന്ന് വെച്ചാൽ GST എന്താണെന്ന് തെളിച്ചു പറ. സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം നേടിയ ചരിത്ര നേട്ടം. ഒരൊറ്റ രാജ്യം, ഒരൊറ്റ നികുതി. അതായത് നികുതി, ടാക്സ്. ഇനി ഏറ്റക്കുറച്ചിലില്ല. അതാണ് GST.
ഹാജിയാരെ നിങ്ങൾ പറ, എന്താ ഈ GST? അതായത് പരമുള്ളേ, ഈ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങോട്ട് പറയാം. നമ്മുടെ രാജ്യം ഈ സംസ്ഥാനങ്ങളുടെ ഫെഡറേഷൻ ആണല്ല. അപ്പോൾ ഒരേ സാധനത്തിന് ഇതേവരെ ഓരോരുത്തർ ഓരോ ടാക്സ് നമ്മൾ കൊടുക്കണമായിരുന്നു. തന്നെണ്ണ, അത് ഞാനും കേട്ടിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിൽ ഓരോ നികുതികൾ GSTയിൽ ഉൾപ്പെടുത്തിയാൽ ടാക്സ് ഒരേപോലെയാകും രാജ്യം മുഴുവൻ. എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ടാക്സ് കൊടുക്കാമായിരുന്നു. അല്ല, അതിരിക്കട്ടെ, നിങ്ങൾ GST ഒന്ന് നീട്ടിപ്പറ, എന്താണത്? ചുമ്മാതല്ല ജോലി കിട്ടാത്തത്. പാവലും പടവലവും വിൽക്കണ ഞാൻ വരെ പഠിച്ചു. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് വച്ചാൽ സാധനങ്ങളും സേവന നികുതിയും. ഓ, ചരക്ക് സേവന നികുതി. അത് ശരി. ഇനി എന്നെ പോലെ ഈ അരിയും പയറും കൊടുക്കണ കച്ചവടക്കാർ കിട്ടുന്ന ഗുണം പറ. ആശാനെ, ഈ ചരക്ക് സേവന നികുതി ഒരൊറ്റ പരോക്ഷ നികുതിയാ, ഇൻഡയറക്റ്റ് ടാക്സ്. 2017 മാർച്ച് 29 പാർലമെന്റ് പാസാക്കിയ ഈ GST നിയമം അനുസരിച്ച് ഒരു സാധനത്തിന് ടാക്സ്, അതും കൂടി ചേർത്ത് അതിന്മേലെ ടാക്സ്. അങ്ങനെ ഇനി നമ്മുടെ രാജ്യത്തിന് ചൂഷണമില്ല. 2017 ജൂലൈ 1 മുതൽ രാജ്യം മുഴുവൻ നിലവിൽ വന്ന ഈ നിയമപ്രകാരം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മെച്ചപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പൊ നമ്മുടെ അവസ്ഥയും മെച്ചപ്പെടുമോ ബയ്യൻസ്? നോ ഡൗട്ട് അണ്ണ. അതുപോലെ നികുതി വെട്ടിപ്പില്ലാതാകും. അതിർത്തി കടന്നുള്ള യാത്രകളിൽ ഇനി ഓരോ സ്റ്റേറ്റിന്റെ ചെക്ക് പോസ്റ്റുകളിലും കാവൽ കിടക്കണ്ട. സംഭവങ്ങൾ ഡിജിറ്റൽ ആയതുകൊണ്ട് ഈ ബ്ലാക്ക് മണി, കള്ളരേഖകൾ ഇതൊക്കെ ഔട്ട്. അങ്ങനെയല്ലേ പയൻസ്? ഈ GST രാജ്യത്തിനകത്ത് മാത്രമല്ല, നമ്മുടെ കയറ്റുമതിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഉൽപ്പന്നമായാലും സേവനമായാലും ഇനി കയറ്റുമതി ചെയ്യുമ്പോൾ അതിന്മേൽ ചുമത്തുന്ന മുഴുവൻ നികുതിയും റീഫണ്ട് ചെയ്യപ്പെടുന്നു. അജ്ഞതയാണ് എല്ലാ മണ്ടത്തരങ്ങൾക്കും കാരണം. അറിവുള്ളവൻ GSTയെ കൈയടിച്ച് അംഗീകരിക്കും. GST न्यू इंडिया की टैक्स व्यवस्था है. GST डिजिटल भारत की टैक्स व्यवस्था है. GST सिर्फ ईज ऑफ डूइंग बिजनेस नहीं है, GST वे ऑफ डूइंग बिजनेस की भी एक दिशा दे रहा है. GST सिर्फ एक टैक्स रिफॉर्म नहीं है, लेकिन वो आर्थिक रिफॉर्म का भी एक अहम कदम है. GST आर्थिक रिफॉर्म से भी आगे एक सामाजिक रिफॉर्म का भी एक नया तबका, जो एक ईमानदारी के उत्सव की दिशा में ले जाने वाला ये बन रहा है. कानून की भाषा में GST गुड्स एंड सर्विस टैक्स के रूप में जाना जाता है, और इसलिए Namaskaram. In 10 minutes, the artist took us through different times of India, and they beautifully explained all the salient features of GST. And I must, on my own behalf, and on behalf of all the officers of GST, Central GST Thiruvananthapuram, I convey my sincere appreciation and gratitude to all the artists, the support artist and director for putting up the wonderful event today. And I also thank all the audience here who witnessed, who you extended the support to artists. Thank you.